ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടിപർപ്പസ് ടേബിൾ ആണ്. സ്റ്റുഡിയോ മൈക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നതെങ്കിലും പല രീതിയിൽ നമുക്ക് ഈ ടേബിളിനെ ഉപയോഗിക്കാം. അക്വേറിയത്തിന്റെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, TV സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഫ്ലവർ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾക്കായി നമുക്ക് ഈ ടേബിൾ പ്രയോജനപ്പെടുത്താം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. GI സ്ക്വയർ പൈപ്പാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പീസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് വരുന്ന പീസാണിത്. സൈഡെല്ലാം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അടിഭാഗം വരുന്നത്. സെൻട്രൽ ഭാഗത്തേക്ക് വേണ്ടി 3/4 ഇഞ്ച് സ്ക്വയർ 3 അടി നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 1 ഇഞ്ച് സ്ക്വയർ 15 ഇഞ്ച് നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിലെ പീസ് വരുന്നത്. 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പാണിത്. ടോപ്പിലേക്കായിട്ട് 3/4 ഇഞ്ചിൻ്റെ 16 ഇഞ്ച് 13 ഇഞ്ച് നീളത്തിലൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഹൈറ്റ് ലോക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു നെട്ടും ബോൾട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്തെ പീസ് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൽ പീസ് കൂടെ വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിലെ പാർട്ട് കൂടെ വെൽഡ് ചെയ്ത് കഴിച്ചു. ഇനി നമുക്കിവിടെ ഒരു നെട്ടും ബോൾട്ടും പിടിപ്പിച്ച് കൊടുക്കാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നെട്ടും ബോൾട്ടും കൂടെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എക്സസ് വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ടോപ്പിലെ പ്ലൈവുഡിൻ്റെ പീസ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് 4 പൈപ്പിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം. അക്കായുടെ ബോഡി ഫില്ലർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മൾട്ടിവുഡിൻ്റെ പീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പിലൊക്കെ നമുക്ക് ബോഡി ഫില്ലർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ തന്നെ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. 320 വാട്ടർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് മിനുസപ്പെടുത്തിയെടുക്കാം. അടുത്തായി നമുക്ക് ഒന്ന് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം. പ്രൈമർ ചെയ്യാനായിട്ട് STയുടെ സൂപ്പർ ഓട്ടോ ഓയിൽ പ്രൈമറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പ്രൈമർ ചെയ്തെടുക്കാം. പ്രൈമർ അടിച്ച ശേഷം അല്പസമയം ഉണങ്ങാനായിട്ട് വയ്ക്കാം. അടുത്തായി നമുക്ക് ടോപ്പിലെ പീസിൽ റക്സിൻ ഒട്ടിച്ചെടുക്കാം. റക്സിൻ ഒട്ടിക്കാനായി ഞാനിവിടെ ഫെവിക്കോളിൻ്റെ SR ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പശ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ പൈപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഒട്ടിച്ചെടുക്കാം. 4 സൈഡും നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ടോപ്പിലെ പീസിൽ ചുളികളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ റക്സിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഡോട്ടോ പ്ലസിൻ്റെ സ്പ്രേ പെയിൻറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്കൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം.
ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂവിൽ നമ്മൾ ഇതുപോലൊരു പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് ടോപ്പിൽ പീസ് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. താഴ്ഭാഗത്തെ കാലുകൾ ജർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഇതുപോലുള്ള റബ്ബർ പാഡ് കട്ട് ചെയ്ത് 4 കാലിൻ്റെയും അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. റബ്ബർ പാടുകൾ ഓരോന്നായി നമ്മൾ കാലിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടിഭാഗത്ത് റബ്ബർ പാഡ് വെച്ചു, ജർക്ക് ചെയ്യുന്നില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിലത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് പീസാണിത്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലെ പീസ് താഴത്തെ പീസുമായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ താങ്ങുന്നതാണിത്. ഞാൻ ഈ ടേബിൾ ഉണ്ടാക്കിയത് മൈക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും നമുക്കിത് പല പല ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്നതാണ്. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളെ, അക്ഷരപ്പൂവിൻ തേൻകൂടം വാർന്നു സുന്ദരി പെണ്ണാളെ. മഴവില്ലിന്റെ വർണ്ണങ്ങൾ, അനുരാഗത്തിൻ ചായങ്ങൾ, അഴകേഴും നിന്നിൽ കണ്ണും വച്ച് പൊന്നേ പൊന്നാരേ. പല കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താവുന്ന ഈ ഒരു ടേബിളിന്റെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.